ഇന്റർനെറ്റിനെയും വേൾഡ് വൈഡ് വെബിനെയും കുറിച്ചുള്ള ഹ്രസ്വവും വിജ്ഞാനപ്രദവുമായ വീഡിയോ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളുടെ പരസ്പര ബന്ധമാണ് ഇന്റർനെറ്റ്. ഇത് ഒരു ഭീമൻ ചിലന്തിവല പോലെ ഇത് എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അവസാനമായി, കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഇന്റർനെറ്റ് രൂപീകരിക്കുന്നു. ബ്രൗസറുകൾ വഴിയാണ് ഞങ്ങൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് തുടങ്ങിയവ. വേൾഡ് വൈഡ് വെബ് വഴിയാണ് ഇത് ചെയ്യുന്നത്. ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും വ്യത്യസ്തമാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ പരസ്പര ബന്ധമാണ് ഇന്റർനെറ്റ്. പക്ഷേ ഇമെയിൽ, ചാറ്റ്, ഫയൽ പങ്കിടൽ, പ്രോഗ്രാമുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഇന്റർനെറ്റിലെ വിവരമാണ് വെബ്. സാറ്റലൈറ്റ്, സെല്ലുലാർ നെറ്റ്വർക്ക്, ഫിസിക്കൽ കേബിളുകൾ എന്നിങ്ങനെയുള്ള ഒരു വലിയ ശൃംഖലയാണ് ഇന്റർനെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വിക്കിപീഡിയ, ഗൂഗിൾ, ബിബിസി തുടങ്ങിയ വെബ്സൈറ്റ് വിവരങ്ങൾ സെർവറുകൾ സംഭരിക്കുന്നു. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, സെൽ ഫോണുകൾ, ടാബ്ലറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങളെ ഞങ്ങൾ ക്ലയന്റുകളായി വിളിക്കുന്നു. ഉപഭോക്താക്കൾ ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ, വാചക വിവരങ്ങൾ എന്നിവ പോലുള്ള ഉള്ളടക്കം അഭ്യർത്ഥിക്കുന്നു. ഇന്റർനെറ്റ് സേവന ദാതാവ് (ISP) എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥാപനം ഈ വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിൽ ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. ISP ഇത് ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നു. ഇത് ഒടുവിൽ ഇന്റർനെറ്റ് എന്ന ഭീമൻ ശൃംഖലയ്ക്ക് രൂപം നൽകും. നമ്മൾ ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ അയക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറായ IP കൂടാതെ ഒരു MAC വിലാസം ഉണ്ടായിരിക്കണം. ഒരു നെറ്റ്വർക്കിലെ ഒരു ഉപകരണത്തിന് MAC വിലാസം എന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റേതായ തനതായ ഐഡന്റിഫയർ ഉണ്ട്. IP വിലാസം നമ്മുടെ വീടിന്റെ സ്ഥല വിലാസത്തിന് തുല്യമാണ്. ഒരു നെറ്റ്വർക്കിൽ ബൈനറി അക്കങ്ങളായ 0, 1 എന്നിവയുടെ സംയോജനം പാക്കറ്റുകൾ വഴിയാണ് ഡാറ്റ അയക്കുന്നത്. ഡാറ്റയെ ഓഡിയോ, വീഡിയോ, ഇമേജുകൾ, ടെക്സ്റ്റ് എന്നിങ്ങനെയുള്ള പാക്കറ്റുകളായി വിഭജിക്കാം. ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആ പാക്കറ്റുകൾ ക്രമത്തിൽ വീണ്ടും കൂട്ടിച്ചേർക്കും. ഇത് ഇന്റർനെറ്റിനെയും വേൾഡ് വൈഡ് വെബിനെയും കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്തുണയ്ക്കാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.